കേരളത്തിൽ 20 ലക്ഷത്തിലധികം സ്കീം തൊഴിലാളികളുണ്ട്. സ്കീം തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് ഒരു സ്കീമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. ICDS വേൾഡ് ബാങ്ക് 1975 തുടങ്ങിയ യൂണിസെഫിൻ്റെ കൂടെയൊക്കെ സഹായത്തോടു കൂടി തുടങ്ങിയ വേങ്ങര പഞ്ചായത്തിൽ തുടങ്ങിയ ഒരു പദ്ധതി. ഒക്ടോബർ 2, 1975 ഒക്ടോബർ 2 തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഈ അംഗൻവാടി പരിപാടി. അങ്കണവാടി എന്ന പൂന്തോട്ടം എന്നുള്ള അർത്ഥത്തിലാണ് അങ്കണവാടികൾ തുടങ്ങിയത്. 1000 ജനസംഖ്യയ്ക്ക് 1000 പേർക്കൊരു സെൻറ്റർ എന്നുള്ള നിലയിൽ 10-20 കുട്ടികൾ അവിടെ പഠിക്കാനുള്ളൊരു സെൻറ്റർ എന്നുള്ള നിലയിൽ തുടങ്ങി. ആദ്യം ബാലവാടിയായിട്ട് തുടങ്ങി, പിന്നെ അത് അംഗൻവാടിയായിട്ട് മാറി. അപ്പോൾ ആദ്യകാലത്താണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് അതിൻ്റെ ആളുകൾ. പാത്രവും ഭക്ഷണത്തിനും പൈസ ഇല്ല, പാത്രമില്ല, കെട്ടിടമില്ല, സ്റ്റൂളില്ല, ബെഞ്ചില്ല, വളരെ കഷ്ടപ്പെട്ട് ആളുകളെ നിന്ന് കടം വാങ്ങിച്ചും സംഭാവന വാങ്ങിച്ചും ഒക്കെയാണ് ആദ്യകാലത്ത് തുടങ്ങിയത്. എന്തായാലും 10-50 വർഷമായി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് 36,000 അംഗൻവാടികളുണ്ട്. അപ്പോൾ ഒരു 66,000 ജീവനക്കാരുണ്ട്. 33,000 ഉണ്ടെന്ന് തോന്നുന്നു. 66,000 ജീവനക്കാരുണ്ട്. വർക്കർമാരാണ് കുറച്ച് പേർ ഹെൽപ്പർമാരാണ്. നമ്മൾ ടീച്ചർമാർ, ആയമാരും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം സ്ത്രീകളാണ്. അവരുടെ ജോലി 6 വയസ്സിന് താഴെയുള്ള ജനനം മുതൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യം നോക്കുക, അതുപോലെ തന്നെ ഗർഭിണികളുടെ കാര്യം നോക്കുക. ഒരു അമ്മ ഗർഭിണിയായ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അന്ന് മുതൽ ഉള്ള അവരുടെ ആരോഗ്യം നോക്കുക. വയസ്സായ സ്ത്രീ, അതായത് സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യപരവും പോഷകപരവും പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നത്. ഈ പ്രതിരോധ കുത്തിവയ്പ്പ് മറ്റു കാര്യങ്ങളൊക്കെ ആര് മാറ്റി? NHMലേക്ക് പോയി, നാഷണൽ ഹെൽത്ത് മിഷനിലേക്ക് പോയി, അതുകൊണ്ട് ആരോഗ്യവകുപ്പിലേക്ക് പോയി. എന്നാലും പോഷകാഹാരം കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഞാൻ പറഞ്ഞു വരാൻ വീഡിയോ ചെയ്യുന്ന അതിനല്ല. ഇവർ ഈ അടുത്തിടെയായിട്ട് 36,000 ബിൽഡിങ്ങിൽ ഒരു 7,000-ഓളം ബിൽഡിങ്ങിൽ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്, അവർ പ്രവർത്തിക്കുന്നത്. ചിലത് 3-ാം നിലയിലാണ്, 2-ാം നിലയിലാണ്, ചിലതാണെങ്കിൽ പിന്നാമ്പുറത്താണ്. കുട്ടികൾക്കൊന്നും കൃത്യമായി പോയി ഇരിക്കാൻ പറ്റുന്ന സുരക്ഷിതമായ കെട്ടിടമല്ല, കൊച്ചു കുട്ടികളാണ്. ഇപ്പോൾ സുരക്ഷിതമായ കെട്ടിടമില്ലാത്തത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കില്ല. 10,000 കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യം, പിന്നെ കുറച്ച് 10-250 സ്മാർട്ട് അംഗൻവാടി ആക്കുമെന്നൊക്കെ പറയുന്ന പരിപാടിയും പ്രോജക്റ്റും ഉണ്ട് ഗവൺമെൻറ്റിന്. അതൊരു വഴിക്ക് നടക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. വർക്കർമാർക്ക് ഇടയ്ക്കിടയ്ക്ക് സർക്കാർ 1,000 രൂപ 2,000 രൂപയൊക്കെ കൂട്ടിക്കൊടുത്ത് ഇപ്പോൾ 13,000 രൂപ മറ്റായിട്ടുണ്ട്. കൂട്ടിക്കൊടുക്കുന്നൊരു തുക മാത്രമാണ് അവർക്ക് ശമ്പളമായി കിട്ടുന്നത്. ആനുവൽ ആയിട്ട് അവർക്ക് ഇൻക്രിമെൻ്റ് ഇല്ല. എല്ലാ വർഷവും അവർക്ക് ഇൻക്രിമെൻ്റ് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയാൽ മാത്രമേ അവർക്ക് തുക കൂടുകയുള്ളൂ. ഇതിൽ തന്നെ ഒരു 40% കേന്ദ്ര ഗവൺമെൻറ്റും 60% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എടുക്കുന്നത് മനസ്സിലാക്കുന്നു. മാസത്തിൽ 3 പ്രാവശ്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നത്. അതൊക്കെ വളരെ ദുരിതവും ക്രൂരവുമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ ഒരു സമയത്ത്, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പൈസ വേറെ സമയത്ത്, അത് കഴിഞ്ഞ് പഞ്ചായത്തിൻ്റെ പൈസ വേറെ സമയത്ത്. 7 വർഷം മുമ്പ് അവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. എല്ലാം ഓൺലൈൻ ആക്കണം, മൊബൈൽ വഴി ചെയ്യണം, വാട്സപ്പ് വഴിയൊക്കെ ചെയ്യണം. പക്ഷേ ഇപ്പോഴവരെ പലരുടെ കയ്യിലും ടച്ച് സ്ക്രീനില്ല, ഉള്ള മൊബൈലില്ല. അതിൻ്റെ പ്രതിസന്ധി. ഇനി പെൻഷൻ പറ്റുന്ന മാസങ്ങൾ കഴിഞ്ഞാലും ക്ഷേമനിധിയുടെ പൈസ കിട്ടുന്നില്ല. അവരുടെ ക്ഷേമനിധിയിൽ അവരെ പൈസ പിടിക്കുന്നുണ്ട്, അത് കൊടുക്കുന്നില്ല. 2022 ശേഷം 3 വർഷമായി, 23, 24, 25 3 വർഷമായി ക്ഷേമനിധിയിൽ നിന്ന് അവർക്ക് പണം കൊടുത്തിട്ടില്ല. അപ്പോൾ ക്ഷേമനിധി ഓഫീസർമാരുമായി ബന്ധപ്പെട്ടവരുമായി ഞാൻ സംസാരിക്കുമ്പോൾ സർക്കാരിൽ 20% തുക, ക്ഷേമനിധി കൊടുക്കുന്നതിൻ്റെ 20% തുക സർക്കാർ പണമാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഫയൽ നീങ്ങുന്നതുള്ളൂ. അത് കിട്ടാത്തതുകൊണ്ടാണ് കൊടുക്കാൻ. അപ്പോൾ 3 വർഷമായിട്ട്, അതായത് 2022 റിട്ടയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് കാലാവധി കഴിഞ്ഞ അംഗൻവാടി വർക്കർക്കോ ഹെൽപ്പർക്കോ നാളെ ഇതുവരെ ഒരു തുകയും കയ്യിൽ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രശ്നങ്ങൾ. ഇനി വേറെ ഒരു പ്രശ്നമുണ്ട്. 2016 ഒരു ആക്ട് ഉണ്ടാക്കി അംഗൻവാടിക്കാർക്ക് വേണ്ടി. ആ ആക്ട് അനുസരിച്ച് ഈ 6 മാസത്തിൽ കൂടുതൽ സമയം ക്ഷേമനിധി ജോലി ചെയ്യാതിരുന്നാൽ ക്ഷേമനിധി കട്ടാവും. ആ നിയമം ആരോടും പറഞ്ഞുമില്ല. പിന്നെ ICDS ഓഫീസർമാരും സൂപ്പർവൈസർമാരൊന്നും താഴോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. കിട്ടിയ ഓർഡർ അവർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. CDPOമാരും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇത് പാവപ്പെട്ട വർക്കർമാർ, ഹെൽപ്പർമാർ അറിഞ്ഞില്ല. അങ്ങനെ റിട്ടയർ ആയതിൽ 250-300 പേർക്ക് ഇതുവരെ ഒരു പൈസയും പെൻഷൻ കിട്ടിയിട്ടില്ല. കാര്യം അവർ ഒരു മാസമൊക്കെയാണ് ഇത് വ്യത്യാസം വന്നവർക്ക് പോലും ഉണ്ടെന്നാണ് പറയുന്നത്. ക്ഷേമനിധി കട്ടായിപ്പോയി. അപ്പോൾ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൽ അതിൻ്റെ ഫയൽ കിടപ്പുണ്ട്. ശ്രീ KN ബാലഗോപാൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വീണ ജോർജിൻ്റെ വകുപ്പാണ് ഈ മന്ത്രി. വനിതാ ശിശുക്ഷേമ സമിതിയാണ് ഇതിൻ്റെ വകുപ്പാണ് നോക്കുന്നത്. ഹരിത V. നായരാണ്, IAS ആണ് ഇതിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും അംഗനവാടികളുടെ അസോസിയേഷനുണ്ട്. അവർക്ക് പിന്നെ അതിൻ്റെ ചെയർപേഴ്സണൊക്കെ, ക്ഷേമനിധിക്ക് ചെയർപേഴ്സണുണ്ട്, CEO ഉണ്ട്, വലിയ സന്നാഹമുണ്ട്. എനിക്ക് അവരോടെല്ലാം പറയുവാനുള്ളത്, നിങ്ങൾ അടിയന്തരമായി ഇത് റീവർക്ക് ചെയ്യണം, റീഡിസൈൻ ചെയ്യണം. സ്കീം തൊഴിലാളികൾക്ക്
21,000 രൂപ 700 രൂപ കണക്കാക്കി, അതായത് ഒരു ശരാശരി നല്ല ജോലി ചെയ്യുന്ന ഒരാളിന് 700 രൂപ കൊടുക്കുന്ന കണക്കാക്കി 21,000 രൂപ സ്കീം തൊഴിലാളികൾക്ക് കൊടുക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. പക്ഷേ മുന്നണി ഭരണം രണ്ടാമത്തെ ടേമും തീരാറായി, ഒന്നും സംഭവിച്ചിട്ടില്ല. ആശാ വർക്കേഴ്സിൻ്റെ കൂലി കുറവാണ്, തൊഴിലുറപ്പുകാർക്ക് പിന്നെ വേറൊരു തരത്തിലുള്ള പണമാണ്, പിന്നെ ഇവരുടെ അംഗൻവാടികൾക്ക് പണം കുറവാണ്, ബാലവാടികൾക്ക് കുറവാണ്, പാചക തൊഴിലാളികൾക്ക് കുറവാണ്, പിന്നെ അതുപോലെ പ്രൈമറി ടീച്ചേഴ്സിന് കുറവാണ്. എല്ലാവർക്കും പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് വളരെ കുറവാണ്. അങ്ങനെ വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് ഇതിനകത്ത് പണം കിട്ടുന്നില്ല. അതുകൊണ്ട് ദയവായി അംഗനവാടികളുടെ ഈ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തരമായൊരു കമ്മീഷനെ വെച്ച് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് അവരെയും മാന്യമായി ജീവിക്കാനുള്ള അവസരമുണ്ടാക്കണം. ഈ ഓണത്തിന് മുമ്പേ പരമാവധി പെൻഷൻ കൊടുക്കുവാനും അവർക്ക് കൊടുക്കേണ്ട മൊത്തം തുക കൊടുക്കുവാനുള്ള സംവിധാനവും ഗവൺമെൻറ് അടിയന്തരമായി ചെയ്യേണ്ടതാണ്.